അത് കലക്കി നല്ലൊക്കെ ഉണ്ട്. ഒന്നുകൂടെ കേൾക്കാല്. ദുരാത്മാവേ അതൊക്കെ ചീറ്റി. ആരാടി നീ? ജലദോഷം പിടിച്ച് മഞ്ഞും കൊണ്ട് നടക്കുവാന്നോ? എന്താണ് ഇതിന്റെ പേര്? ഇത്രയ്ക്കും ചിരിക്കാൻ വല്ല രസമുള്ള പേരാണോ നിന്റെ? ഞാൻ കള്ളിയങ്കാട്ട് റെഡ്ഡി. എടി തെലുങ്കത്തി ആന്ധ്രയിൽ നീ എന്തിനു ഇവിടെ വന്നു? കേരളത്തിലോട്ട് അരിയും കൊണ്ട് വന്നതാ. ഞാൻ ആന്ധ്രക്കാരിയൊന്നും അല്ല. പിന്നെ കള്ളിയങ്കാട്ട് നീലി ഇല്ലയോ? കള്ളിയങ്കാട്ട് നീലിയുടെ കൊച്ചുമോളാ ഞാൻ. പിന്നെ നിനക്ക് റെഡ്ഡി എന്ന് പേരിട്ടോ? അയ്യോ, എന്റെ യഥാർത്ഥ പേര് കള്ളിയങ്കാട്ട് ചുവപ്പീന്നായിരുന്നു. അമ്മൂമ്മ നീലയും ഞാൻ ചുവപ്പിയും. അപ്പൊ ഈ ചുവപ്പി എന്നുള്ള പേര് പറയാൻ എന്റെ സ്റ്റാറ്റസ് എന്നെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ അതിന്റെ ഇംഗ്ലീഷ് പിടിച്ചതാ. റെഡ്ഡി. എങ്ങനെയുണ്ട്? അമ്മൂമ്മ ഞാൻ ഒരുപോലെ ഇരിക്കുകയാണ്. ഇതിന് മേലെ നീലിയായിരുന്നു. ദ്രംഷ്ടാന്നല്ലോ അവൾ തേക്കുമായിരുന്നു. ഞാൻ പണ്ടതിന്റെ വല്യമ്മ നീലിയാന്ന് വളയ്ക്കാൻ വന്നിട്ടുണ്ട്. തളയ്ക്കാൻ വന്നിട്ടുണ്ട്. നീലിക്ക് ഇപ്പൊ എവിടെ? അമ്മൂമ്മ മരിച്ചു. മരിച്ചുപോയോ? മരിച്ചു. അപ്പൊ കുടുംബപ്പനയിൽ ആരൊക്കെ ഉണ്ട് ഇപ്പം? കുടുംബപ്പന ഞങ്ങൾ വിറ്റു. പിന്നെ ഇപ്പൊ എവിടെ? ഇപ്പൊ ഞങ്ങൾ കുടപ്പനയല്ല. നിങ്ങളെ മാമന്റെ അടുത്തുണ്ടായിരുന്നല്ലോ അങ്ങനെ ഇടുക്കുളയോ? ഇടുക്കുള അല്ലെന്ന്, ഡ്രാക്കുള മാമൻ. അതേ ഇപ്പോടാ ഡ്രാക്കുള ഇപ്പൊ പ്രാക്കുളത്താ, കൊല്ലത്ത്. ഇതൊക്കെ ചോദിക്കാൻ നീ ആരാടാ? മേത്താകെ പാടുള്ള ഞാനാണ് മേപ്പാടൻ. മേപ്പാടാ, നീ കൊറേ പാടുപെടും. ഈ കേരളം വന്ന് ഇട്ടാവട്ടത്തിൽ കിടന്ന് സാധാരണക്കാരന്റെ ചോര കുടിക്കുന്ന നിന്റെ പോലുള്ള ലക്ഷ്യമല്ല എന്റെ ലക്ഷ്യം. കോട്ടും കോണവും വാളത്താറും കൊടുത്ത പഴയ ദരിദ്രാവസി യക്ഷിയാടി എന്റെ ലക്ഷ്യം. ഐ ബിലോങ് ദേർ. നല്ല കൈയടി കൊടുക്കാം രതീഷിന്. അടുത്തതായി മോഹൻലാൽ ലാലേട്ടന്റെ ശബ്ദം അനുകരിക്കുന്നു. കരമന മേപ്പാടൻ. ഹലോ, മിമിക്രി കാണാൻ വന്നാണോ? ഇരിക്കടി ഇവിടെ. ഇല്ല, കളത്തിലിരിക്കടി. ഇല്ലെന്നല്ലേ പറഞ്ഞേ? നല്ല കളവാ, കേറി ഇരിക്കെ. ഇല്ലെന്നല്ലേ പറഞ്ഞേ? രാത്രിയുടെ 2-ാം യാമം ആവുന്നതിന് മുമ്പേ കളത്തിൽ കയറി. രാത്രിയുടെ 2-ാം യാമം കഴിഞ്ഞാൽ എന്താണ് കുഴപ്പം? പിന്നെ എനിക്ക് ഉറക്കം വരും. പിന്നെ നിന്നെ ആര് തളയ്ക്കും? കളത്തിൽ കയറി. എന്തിനാ കളത്തിൽ കയറിയിട്ട്? ഞാൻ നിന്നെ ആവാഹിക്കാം. അയ്യട മനമേ, കൊടുങ്കാട്ട് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്ത് വെച്ച് ആവാഹിക്കാൻ വിളിക്കുന്ന എന്തിനാന്ന് എനിക്കറിയാം. എന്തിനാ? എന്നെ വഹിക്കാനല്ല. കളത്തിൽ എനിക്ക് വേണം, എനിക്ക് വേണം. നിനക്ക് അങ്ങനെ തന്നെ വേണം. ദാഹിക്കുന്നു, ദാഹിക്കുന്നു. ഇവിടെ കൊണ്ട് തോറ്റല്ലോടാ ആകെപ്പാറ. ഇന്ന് രാവിലെ ഇവിടെ നിന്ന പുട്ടും കടലയുടെ ബാക്കി പൈസ 2.5 രൂപ ഉണ്ട്. അവിടെ പോയി ഒരു ചായയും വടയും കഴിച്ചിട്ട് പെട്ടെന്ന് ഓടിവാ. 2 രൂപയ്ക്ക് ചായയും വട നിന്റെ അപ്പൂപ്പനുണ്ടാക്കി വെച്ചേക്കുന്നോടാ. ഇത് വേണം. പിന്നെ ചോര വേണം. ചോര വേണം. എന്നാ പിന്നെ നേരത്തെ ഇത് പറയണ്ട. ഹലോ, ഗ്രൂപ്പിലുള്ള ഫ്രണ്ട്സുകളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. പിന്നെ കള്ളിയങ്കാട്ട് റെഡ്ഡി ഏകദേശം 36-46 വയസ്സ് തോന്നുന്നു. അത്യാസന്ന നിലയിൽ കാട്ടിൽ എൻ്റെ കൂടെ ഇരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് 2 കുപ്പി ചോര അദ്ദേഹം കൊണ്ട് തരണേ. പ്ലീസ് ഷെയർ ചെയ്ത് സഹായിക്കണേ. നീ സമാധാനിക്കേ. നിനക്ക് ഇഷ്ടത്തിന് ചോര കിട്ടും. ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അഥവാ അവന്മാർ ചോര കൊണ്ട് തന്നില്ലെങ്കിലേ നമുക്ക് ബ്ലഡ് ബാങ്കിൽ നിന്ന് വാങ്ങിക്കാം. ചോര കൊടുക്കുന്ന സ്ഥലത്തുനിന്ന് വാങ്ങിക്കാം. എനിക്കത് വേണ്ട. ഇല്ലേ, എനിക്ക് നിന്റെ സ്വന്തം ചോര വേണം. വീട്ടിൽ നിന്നിട്ട് വിളിച്ചോണ്ട് പോയിക്കോ. ദൈവത്തെ ഓർത്ത് സ്കൂൾ തുറന്നിട്ട് കഴിഞ്ഞിട്ട് വിടാവേ. ഭയങ്കര ശല്യം അവന്മാരെ കൊണ്ട്. ഡേക്കറിലെങ്ങാനും കൊണ്ട് വിടാ. എന്റെ തല കെട്ടിവെക്കാതെ ഇവിടെ നിന്നെ ഈ ഹോമം കൊണ്ട് തീർത്തിട്ട് ഞാൻ കത്തിക്കൂടി. ഓം ഹ്രീ വായു സ്വാഹ. അയ്യോ, ഇത് കത്തുന്നില്ലല്ലോ. എന്താ കാണിക്കുവാ നിങ്ങള്? കത്തുന്നില്ല. കത്തുന്നില്ല. കൊണ്ട് മാറി. ഇതൊക്കെ പെണ്ണുങ്ങളുടെ പണിയല്ലേ? അത് ശരി. അടുപ്പിനകത്താരാ വെള്ളം കോരി കഴിച്ചേ? പൂജയുടെ ഇൻട്രസ്റ്റ് ആണ്. പുണ്യാകം തളിച്ച അതങ്ങനെ ഇച്ചിരി ഉണങ്ങി വിറക് കൊണ്ടു തരാൻ പറഞ്ഞ കേക്കത്തില്ല. എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് തന്നാ ഞാൻ വെച്ചുണ്ടാക്കി തരാം. ബീട്രൂട്ട് വാങ്ങി ജ്യൂസ് അടിച്ച് കുടിക്കാം. നിന്റെ റൂട്ട് എനിക്ക് പിടികിട്ടി. നിന്നെ ഞാനിന്ന് നിനക്ക് ചൂരൽ കഷായം വേണോടി? നിനക്ക് ചൂരൽ കഷായം വേണോ? നല്ല വഴക്കമുള്ള ചോറിൽ ഇത് പുഴുങ്ങിയതാണോ? ഇത് പുഴുങ്ങാൻ കിഴങ്ങൊന്നുമല്ലോ. കേരടി ആണിയൽ. ഈ ആണിയലാണോ ഞാൻ കേറേണ്ടത്? ഈ ആണിയലാ നീ കേറേണ്ടത്. ഇതിനെക്കാട്ടി വലിയ ആണി കൊണ്ടുവന്നിട്ട് നടന്നില്ല. പിന്നാന്നോടാ നിന്റെ ഈ ചെറിയ കുഞ്ഞാണി. റെഡി. ഐ ആം റെഡി. ബോഡി